അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് വരുന്നത് ഇവിടെ ഒരു മസ്ജിദ് ഷാറാനി എന്ന് പറയുന്ന ഒരു പള്ളിയാണ്. ഇവിടെയാണ് ഷാറാനി ഇമാമിൻ്റെ മസാറുള്ളത്. ഈ ബാക്കിൽ കാണുന്ന പള്ളി. ഇവിടെ ഒരു മീനിനെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്, കളർ ഫിഷ്. 10 ഈജിപ്ഷ്യൻ പൗണ്ട് കേട്ടോ. വ്യത്യസ്തമായതുണ്ട്. അതിൻ്റെ തീറ്റയാണ് 5 മീനിന് 10, തീറ്റയ്ക്ക് 5. ഇതാണ് ഷാറാനി ഇമാമിൻ്റെ മസാറുള്ള പള്ളി. അടച്ചിക്കുക, പണി നടക്കുകയാണല്ലേ. ഇയാളോട് ചോദിച്ചാൽ ഏറ്റവും അബ്ദുൽ വഹാബ് അഷാറാനി എന്നാണ് മഹാൻ്റെ പേര്. ഈജിപ്തുകാരനാണ്. വലിയ പണ്ഡിതനും ചിന്താശക്തിയുള്ള, ചരിത്രമറിയുന്ന, എല്ലാ വിഷയത്തിലും പാണ്ഡിത്യമുള്ള ഒരു മഹാനായിരുന്നു. 1493 കൈറോയിലാണ് മഹാൻ ജനിക്കുന്നത്. മംലൂക്ക് സുൽത്താനറ്റിന്റെ കാലത്താണ്. ഏകദേശം 71-72 വയസ്സ് വരെ ജീവിച്ച് 1565 മഹാൻ മരണപ്പെടുന്നത്. ഫിഖ്ഹിന്റെ ലോകത്തും ഹദീസിന്റെ ലോകത്തും താരീഖിന്റെ കാര്യങ്ങളിലും തസവുഫിന്റെ കാര്യങ്ങളിലും ഇസ്ലാമിക് തിയോളജിയുടെ കാര്യത്തിലും ഈ മഹാന്റെ സംഭാവനകൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. സുന്നി ആശയധാരയെ മുറുകെ പിടിച്ച് ഷാഫി മദ്ഹബ് ഫോളോ ചെയ്യുന്ന അശ്അരി റൂട്ടിലുള്ള മഹാനായിരുന്നു ഇദ്ദേഹം. 7-ാം വയസ്സിൽ തന്നെ ഖുർആൻ മനഃപ്പാടമാക്കി. ഷെയ്ഖുൽ ഇസ്ലാം സക്കരിയ അൻസാരി, സുയൂത്തി ഇമാമ്, അൽ ഹാഫിദ് അൽ ഖസ്തല്ലാനി, ഷെയ്ഖുൽ ഇസ്ലാം ഷിഹാബുദ്ദീൻ റംലി എന്നിവരൊക്കെയാണ് ഈ മഹാന്റെ പ്രധാന ഉസ്താദുമാര്. ഇവിടെയൊക്കെ പണി നടക്കണുണ്ടോ? ഇവിടെ ആരും അങ്ങനെ ഇപ്പം പ്രവേശനമല്ല. പിന്നെ അയാൾ തുറന്നെന്നാ. ഇത് നമ്മളെ കടലല്ലേ. ഇത് വേറെ മഞ്ഞളിട്ടതാ. ഈജിപ്തിലെ പ്രധാന ഭക്ഷണമായ ഐഷാണ് ഈ കാണുന്നത്. കണ്ടോ, ഐഷ് ഉണ്ടാക്കിയിട്ട് ഉണക്കാൻ വെച്ചിരിക്കുകയാണ്. ഈജിപ്തുകാരുടെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഫിറൗന്റെ കാലത്തുള്ള ഭക്ഷണമാണ് ഐഷ് എന്നുള്ളത്. ഏകദേശം 5000-ലേറെ വർഷത്തെ പഴക്കമുണ്ട് ഈ ഐഷിന്. ഈജിപ്തുകാരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഭക്ഷണമാണ് ഐഷ്. ഇത് ഐഷ് ഉണ്ടാക്കുന്ന ഒരു കടയാണ്. ഏറ്റവും പഴക്കം ചെന്ന ഭക്ഷണങ്ങളിൽ ഒന്നാണ് ഐഷ്. യൂസുഫ് നബിയും മൂസാ നബിയും ഫിറൗനൊക്കെ കഴിച്ച ഭക്ഷണമാണെന്ന് നമുക്ക് പറയാം. ഫറോമാരുടെ കൊട്ടാരത്തിലെ പ്രധാന ഭക്ഷണങ്ങളിൽ ഒന്നാണ് ഐഷ്. ഇതെന്താ ഇതാണ്? ആടിന്റെ തല അല്ലേ? പോത്തിന്റെ തല. ഈ സാധനം എന്താണ് ഇത്? എങ്ങനെ ആക്കണാവല്ലേ? ഉണ്ടാക്കുന്നതാണല്ലേ? ആളെ വലിപ്പം തന്നെ കണ്ടാൽ പേടിയാവും. അയ്യോ, ഇത് ഫ്രഷാ? എത്ര വലിപ്പമുള്ളതാണല്ലേ? നല്ല വലിപ്പമുണ്ടല്ലേ? 50 പൗണ്ട്. ഷിയാക്കളെ കാലത്ത് നിർമ്മിച്ച കാറല്ലേ? അതെ അതെ അതെ. അപ്പൊ ഇതൊരു കോട്ടായിട്ടാണ് ഉള്ളത്. അതിനുള്ളിലാണോ പള്ളി? ഫാത്തിമിയ ഷിയാക്കൾ നിർമ്മിച്ചാണല്ലേ ഇത്? ഫാത്തിമിയ ഭരണകാലത്ത് നിർമ്മിച്ചൊരു കോട്ടയാണ്. അപ്പൊ അതിനുള്ളിൽ എന്താ ഇപ്പൊ വീടുകളാണോ? ടൗൺ തന്നെയാണല്ലേ? പഴയ വണ്ടിയാ. താഴെ ഞങ്ങൾ പോട്ടെ. താഴെ ഇതാണല്ലേ ബാബുൽ ഫുത്തൂഹ് അല്ലേ? അത് ബാബുൽ ഫുത്തൂഹ്, ഒരു കോട്ടയുടെ വാതിലാണ് ഈ കാണുന്നത്. ബാബുൽ ഫുത്തൂഹ്. ഉള്ളിലെന്താ പോകാൻ പറ്റുമോ? ഖാൻ ഖലീൽ പറഞ്ഞാൽ മൊത്തം ഇതിൻ്റെ ഉള്ളിലാണല്ലേ? വലിയൊരു കോട്ടയായിട്ട് അതിൻ്റെ കവാടാണ് ഈ കാണുന്നത്. അതിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മളിപ്പം പോകുന്നത്. ഇത് പുതിയ നിർമ്മാണങ്ങളാണല്ലേ? ഈ കോട്ടൻ്റെ ഉള്ളിലൊരു പള്ളിയാണ് കേട്ടത്. പള്ളീൻ്റെ ഉള്ളിലേക്ക് പോയേക്കാം. അദ്ദേഹത്തിൻ്റെ പേരില. ഇത് മനോഹരമായൊരു പള്ളിയാണ്. അത്യാവശ്യം വലിപ്പമുണ്ട്. എന്ത് മനോഹരമാണല്ലേ. ഇതിപ്പോൾ അന്ന് ഫാത്തിമിയാക്കൾ നിർമ്മിച്ച പള്ളി അന്ന് ഇവർ നിർമ്മിച്ച് പിന്നെ ഡെവലപ്പ് ചെയ്താണല്ലേ? ഇത്ര വിശാലമാണ് ഗ്രൗണ്ട്. അവിടെയാണ് മിഹ്റാബും കാര്യങ്ങളും. ഗ്രൗണ്ടല്ല കേട്ടോ, അതൊക്കെ പള്ളിയായിരിക്കും. അന്നത്തെ പള്ളിയുടെ ശൈലി അങ്ങനെയാണല്ലോ, ഫുള്ള് റൂഫ് ഉണ്ടാവില്ല. നമ്മുടെ ഇന്ത്യയിലെ പള്ളികൾ കണ്ടില്ലേ, പഴയ പള്ളികൾ. ഇത് വുളു എടുക്കാനുള്ള, വെള്ളം കുടിക്കാനുള്ള സ്ഥലമാണ് അല്ലേ? നല്ല വെയിലുണ്ട്, ചൂടുണ്ട്. ഇത് ഈജിപ്തിലെ ഖാൻ ഖലീലി മാർക്കറ്റിൻ്റെ ചെറിയൊരു ഭാഗമാണ്. ഇവിടുന്ന് അങ്ങനെ തുടങ്ങുകയാണ്. ഈജിപ്തിലെ തന്നെ കൈറോയിലെ ഏറ്റവും വലിയൊരു മാർക്കറ്റാണ്, ഭംഗിയുള്ള മാർക്കറ്റാണ്. അതിൻ്റെ സ്റ്റാർട്ടിങ് ആയതുകൊണ്ടാണ് ഇങ്ങനെ നമ്മളിങ്ങനെ പോകുന്നത്. മറ്റൊരു മഹാനെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോവാണ്. ഖാൻ ഖലീലി മാർക്കറ്റിൻ്റെ ഉള്ളിൽ നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകുന്നത്. ഇറച്ചിയല്ല വിൽക്കാൻ വെച്ചിട്ടുള്ളത്. കവർ ചെയ്തണില്ലേ അതിൻ്റെ പുറത്ത്? സീൽ ചെയ്യണാണ്. എന്തുകൊണ്ടാണ് സീൽ ചെയ്യണത്? മഷിയ അവിടുന്ന് സീൽ ചെയ്ത് തന്നെ അങ്ങനെ. അതെന്താ അതിൻ്റെ നല്ല ഇറച്ചിയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ദുക്തൂർമാർ സീൽ ചെയ്തേ വിൽക്കാൻ പറ്റുള്ളൂ അല്ലേ? ഇത് ശരിക്കും ഉള്ള ഏരിയയാണ് അല്ലേ? ഇന്ത്യൻ ഗല്ലികൾ ഓർമ്മിപ്പിക്കുന്ന സ്ഥലമാണ്. വൃത്തിയുടെ കാര്യത്തിലും തിരക്കിൻ്റെ കാര്യത്തിലും എന്തൊരു ഡേഞ്ചർ. വണ്ടി പോകണമൊക്കെ അതിൻ്റെ ഇടയ്ക്കൂടെ ധൈര്യത്തിൽ. പൊന്നെ, ഇത് ബെൽറ്റൊന്നും ഇല്ല കേട്ടോ. പൈസക്കാണിത്. ചങ്ങായി പൈസ പിടിച്ചിരിക്കണാണ് അവിടെ. ഇവിടുത്തെ ഉള്ളിയാണ്. കിഴങ്ങിൻ്റെ വലുപ്പം നോക്കി.
കിഴങ്ങിന് എത്ര വില കിലോന് ഇവിടെ എന്താ ഉണ്ടാവില്ലേ എണ്ണത്തിനോ 12 കിലോന് ഉള്ളിയോ കിലോ 10 രൂപ ചുവന്നുള്ളി വേറെ ഉണ്ടോ ഇത് സവാള തന്നെ അല്ലേ അതാ വെളുത്തുള്ളി അല്ലല്ലോ സവാള തന്നെ അല്ലേ ഇത് ഇവിടെ ഉണ്ടാക്കണ അതോ ചൈന ഇവിടെ ഉണ്ടാക്കണേ ഏതാ ഏരിയ അല്ലേ ഇതൊന്നും ഒരാൾക്ക് ഇവിടെ പരിചയമില്ലെങ്കിൽ എത്താൻ കഴിയൂല നിങ്ങൾക്ക് ഇങ്ങനെ പരിചയം ഉണ്ടാകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ എത്തുന്നത് ഒറ്റയടിക്ക് വന്നതൊന്നും എത്താൻ കഴിയൂല ഖുർആൻ ഓതുന്ന കേട്ടോ റെക്കോർഡാണ് ഏകദേശം എല്ലാ കടയിലും ഉണ്ടാവും ഇതൊക്കെ പഴയ ബിൽഡിങ്ങുകളാണ് കേട്ടോ എത്ര പഴക്കം നോക്ക് ഇവിടെ ഇതാ പൊളിഞ്ഞ് നടാൻ നിൽക്കുന്നു ഇതിൻ്റെ ഉള്ളിൽ താമസം ഇല്ല കേട്ടോ എന്തിനും ഉപയോഗിക്കണതാണോ അങ്ങനെ നിലനിർത്തിയതാ തോന്നുന്നത് അൽഹംദുലില്ലാ ഇതാണിപ്പം മഹാൻ്റെ മസാറെന്ന് തോന്നുന്നു ശരിക്കും പറഞ്ഞാലേ നമ്മൾ ഒറ്റടിക്ക് വന്നാൽ ഇതൊന്നും മനസ്സിലാവില്ല സയ്യിദ് അലി അൽ ഖവാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ മസാർ കേട്ടോ ഇതിനുള്ളിലേക്ക് പോകുന്നത് ചെറിയൊരു പള്ളി കേട്ടോ നല്ല മനോഹരമായ ഒരു പള്ളിയാണ് അതിനടുത്താണ് ഈ ഒരു മക്കാമുള്ളത് മസാറുള്ളത് അലി അൽ ഖവാസ് എന്ന മഹാൻ്റെ മസാർ അസ്സലാമു അലൈക്കും മഹാനായ അലി ഖവാസ് തങ്ങൾ ബഹുമാനപ്പെട്ട ഷാറാനി ഇമാമിൻ്റെ ഉസ്താദാണ്. അപ്പോൾ മഹാനവർക്കൽ കിതാബ് എഴുതുകയോ അല്ലെങ്കിൽ അങ്ങനെ വായിക്കുകയോ ചെയ്യുന്ന ആളല്ല. ചെറിയ പണ്ഡിതനും അലിമായിരുന്നു. 10-ാം നൂറ്റാണ്ടിൽ ജീവിച്ച വലിയ ആളായിരുന്നു. 949 സമയത്താണ് വഫാത്തായത്. 911 ബഹുമാനപ്പെട്ട സുയൂത്തി വഫാത്തായത്. അപ്പോൾ ആ സമയത്ത് ജീവിച്ചിരുന്ന ആളാണ്. അപ്പോൾ മഹാനായ ഷാറാനി ഇമാമിൻ്റെ ഉസ്താദ് കൂടിയാണ്. അതുകൊണ്ട് ഷാറാനി ഇമാമാണ് എന്താക്കിയത് ഇവരുടെ വിഷയങ്ങൾ വേറെ ഫത്വകളും കാര്യങ്ങളൊക്കെ ഒരുമിച്ച് കൂട്ടി ഒരു കിതാബ് എഴുതിയത്. കിതാബിൻ്റെ പേര് ദുററുൽ ഖവാസ് ഫി ഫത്താവ സയ്യിദ് അലി ഖവാസ് എന്നാണ് അതിൻ്റെ പേര്. ഞങ്ങളിവിടെ ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണമൊക്കെ ഒന്ന് കഴിച്ചു ഇടയ്ക്കൊന്ന് വേറെ സ്ഥലത്തേക്ക് പോകാൻ നിൽക്കാം. സമയം ഇവിടെ 3:12 കേട്ടോ. ഏകദേശം വൈകുന്നേരമായ നല്ല വൈകുന്നേരമായ ഒരു ഫീൽ ഉണ്ട്. ഈ ഒരു ഹോട്ടലിൻ്റെ ബാക്കിലുള്ളൊരു ഹോട്ടലിൽ നിന്നാണ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചത്. ഇറ്റ് വാസ് നൈസ്. എൻ്റെ ഭാഗത്ത് കാണുന്ന 2 സൈഡിലുള്ള ബിൽഡിങ്ങുകളുണ്ടല്ലോ അതെല്ലാം ഖബറുകളാണ്. ഇതിനുള്ളിലൊക്കെ ഖറാഫ് എന്നാണ് ഇതിന് പറയാം. ഇതൊരുപാട് ഏരിയ ഉണ്ട്. ഷാഫി ഇമാമിൻ്റെ ഖബറൊക്കെ ഈ ഖറാഫിൽ പെട്ടെന്നല്ലേ. ഇതിനെക്കുറിച്ചൊരു ചരിത്രമുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു അന്നത്തെ രാജാവ് ഈ സ്ഥലം വാങ്ങാൻ നോക്കിയെന്നോ. അപ്പോൾ എന്തുകൊണ്ടാണ് വാങ്ങണം ചോദിച്ചപ്പോൾ അതിന് എന്താ റഹ്മത്തുള്ള സ്ഥലമാണെന്ന് പറഞ്ഞു തന്നു. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ഈ സ്ഥലം വിട്ടുകൊടുത്തില്ല എന്നൊക്കെ ഒരു ചരിത്രം പറയണേക്കാം. ഇയാൾ ഉമർ ഫാറൂഖ് ഉസ്താദ് ഇതിൽ ഖറാഫിനെ കുറിച്ച് അതായിരിക്കണേ. അപ്പം ഞാനിപ്പം പോകുന്നത് ഒരു പള്ളിയിലേക്കാണ്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പള്ളിയാണ്. എന്താ വെച്ചാൽ ഈ പള്ളി എടുത്തിട്ട് ഇതുവരെ ഇതിൻ്റെ ഫുള്ളായിട്ട് റീവർക്ക് ചെയ്യാതെ പഴയ പള്ളിയിലെ ആ രൂപത്തിൽ നിർത്തുന്നതാണ് കേട്ടോ. മോസ്ക് ഓഫ് അഹമ്മദ് ഇബ്നു തൂലൂൻ 263 നിർമ്മിച്ച ഹിജറ 263 നിർമ്മിച്ച പള്ളിയാണ് ഈ കാണുന്നത്. പഴയ പള്ളി അത് ഇപ്പോഴും അതുപോലെ തന്നെ ഉണ്ട്. അതിൽ ചെറിയ പാച്ച് വർക്കുകൾ മാത്രം ഉണ്ട് എന്നല്ലാതെ ബാക്കിയൊക്കെ ആ പള്ളിയുടെ പ്രൗഢിയിൽ തന്നെ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു പള്ളിയാണിത്. അപ്പം ഇതാണ് ആ പള്ളി. എത്ര വിശാലമായ പള്ളിയെ നോക്ക്. പഴയ രൂപത്തിലുള്ള അതേപോലെ നിലനിൽക്കുന്ന ഒരു പള്ളിയാണിത്. പഴയ നിർമ്മാണം അതുപോലെ തന്നെ ഇപ്പോഴും. ഇതിൻ്റെ മിറ്റൊക്കെ ഉണ്ട് എത്ര വിശാലമാണ്. പിന്നെ മിഹ്റാബും കാര്യങ്ങളൊക്കെ ഇവിടെയാണുള്ളത്. ഇതും ഇപ്പോഴും ആ ഒരു പഴയ രൂപം ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു ഇവിടെ നിസ്കാരം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ജുമുഅക്ക് ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഇതിൻ്റെ പ്രധാന മിഹ്റാബ് അവിടെയാണ്. എത്ര പഴക്കമുള്ള പള്ളിയാണ്. അവിടെ എന്തൊക്കെയുണ്ട് അതൊക്കെ ഇവിടെ എന്താ കാണിച്ചു കൊടുക്കുന്നത്. ഇതാണ് ഇവിടുത്തെ മിഹ്റാബും മിമ്പറും. മിമ്പറിൻ്റെ ഒക്കെ വലിപ്പം കണ്ടില്ലേ. പഴയ മിഹ്റാബാണ് കേട്ടോ. ഇതിൻ്റെ മിനാരക്കുബ്ബ ഇരുമലൊക്കെ നടത്തിയ കൊത്തുപണികളുണ്ടോ. നല്ല അറബി എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. പല ആയത്തുകളും എന്തായിരിക്കും ഇപ്പം കോഡ് ചെയ്യാൻ കഴിയുന്നില്ല. കുറച്ച് പഴക്കം ചെന്നുകൊണ്ട് പല ഭാഗത്തും പോയിട്ടുണ്ട്. ആ സൈഡിലൊക്കെ ഉണ്ടോ അതിമലൊക്കെ അറബി കാലിഗ്രഫികളുണ്ട്. ഇവിടെ ഉണ്ട്. ഇവിടെ പോയിട്ട് പാച്ച് വർക്ക് ചെയ്താണ്. ഇങ്ങനെ ചില മെയിൻ്റനൻസ് മാത്രമേ ഇതിന് നടത്തിയിട്ടുള്ളൂ. അല്ലാതെ ഒരു മെയിൻ്റനൻസ് ഇതിൽ നടക്കുന്നില്ല. മീൻസ് ആ പഴയ രൂപത്തിൽ തന്നെ നിലനിർത്തുകയാണ് അർത്ഥം. ഈ നടുവിൽ കാണുന്ന വലിയ ബിൽഡിംഗ് ഉണ്ടല്ലോ പള്ളീൻ്റെ മുറ്റത്ത് കണ്ടോ. ഇതാണ് അന്നത്തെ വുസു ഖാന. വുളു എടുക്കുന്ന സ്ഥലമാണ് ഇത്. ഇപ്പോൾ അങ്ങനെ വുളു എടുക്കുന്ന സ്ഥലമല്ല. ഇങ്ങനെയുണ്ട്. ഇതെവിടെ ഉണ്ടെന്നോ നമ്മളെ ചാർമിനാർ ഉണ്ടല്ലോ. ചാർമിനാറിൻ്റെ അടിയിൽ ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്. ചാർമിനാറിൻ്റെ അടിയിൽ ഇങ്ങനെയും മുകളിൽ ചാർമിനാറാണ്. ശരിക്കും ചാർമിനാർ പള്ളിയായിരുന്നു. അതിൻ്റെ മുകളിൽ കയറാൻ പറ്റും ആളുകളുണ്ട്. അതിൻ്റെ മുകളാളുണ്ട്. ഇതിൻ്റെ മുകളിൽ ആ പള്ളീൻ്റെ പുറത്ത് കിടന്ന് കണ്ട് എത്ര ഹൈറ്റ് ഉണ്ട്. നമ്മുടെ നാട്ടിൽ 2 പള്ളീൻ്റെ ഹൈറ്റിലേറെ ഉണ്ട്. പക്ഷേ ഒറ്റ നില ഉണ്ടാവുള്ളൂ.
നമ്മൾ ഇതിൽ പോയാലൊരു ആ മേലെ കയറുന്ന സ്റ്റെപ്പ് കാണാൻ പറ്റും. ഈ വാതിലിനൊക്കെ വലിപ്പം കണ്ടോ, ഈ വീഡിയോയിൽ കാണുമ്പോൾ അത്ര വലിപ്പം തോന്നുന്നില്ല കേട്ടോ. ഇതിൻ്റെ ഗേറ്റാണിത്. ഗേറ്റ് ഇത്രയും പ്രൊട്ടക്ഷനോടുകൂടി ഇത് ഉണ്ടാക്കിയാണ്. എല്ലാം ചെറിയ ബ്രിക്സ് വെച്ചിട്ടാട്ടോ. കണ്ടോ, അതിൻ്റെ മുകളിൽ ഒരാളുണ്ട്. അതിന് മുകളിൽ എത്ര ഹൈറ്റ് ഉണ്ടെന്നോ, പക്ഷേ ഈ വീഡിയോയിൽ കാണുമ്പോൾ എത്ര ഹൈറ്റ് തോന്നുന്നില്ല. ഇവിടെ ഇങ്ങനെ ഒരാൾ നിൽക്കുന്നുണ്ട്. ഉണ്ടോ, അതിലൂടെ ഇങ്ങനെ ആൾ എടുക്കണുണ്ടോ. നമ്മൾ ഇതിൻ്റെ മുകളിൽ കയറി വെക്കാം കേട്ടോ. 2 ഇതുണ്ട്. ഒന്ന് ഇതിൻ്റെ മുകളിൽ കണ്ടെത്തും. രണ്ടാമത് ഏറ്റവും ടോപ്പിലേക്ക് ഇതിലങ്ങനെ കയറാനും പറ്റും. ഇതുണ്ടോ, ഇതാ പള്ളിൻ്റെ മുകളിലേക്കുള്ള സ്ഥലമാണ്. ഇത് ആ മിനാരത്തിൻ്റെ മുകളിലേക്ക് സ്ഥലം. സ്റ്റെപ്പ് ക്ലോസ് ചെയ്തു കേട്ടോ. നെറ്റ് ക്ലോസ് ചെയ്ത് ഫ്ലൈറ്റ് ഓണാണ്. ഇത് ക്ലോസ് ചെയ്തപ്പോൾ പറഞ്ഞേ ആൾ ഇറാനിൽ നിന്ന് വരികയാണെന്ന് കാണട്ടെ. നമ്മൾ ഇന്ത്യയിൽ നിന്ന് വരികയെന്ന് പറഞ്ഞു. അപ്പോൾ 2 മിനിറ്റിന് കയറാൻ പറഞ്ഞു. മതി, അയാൾ നിർത്തിയാ. അയാൾക്ക് പേടി പറഞ്ഞ ആൾ പോയി. അയാൾക്ക് ഹൈറ്റ് പേടിയാണല്ലോ, അയാൾ നിർത്തി. ഓ, ഇനി ഇതിൽ പോകണ്ടേ. ഉണ്ടോ, നമുക്ക് വല്ല നിർത്തും. അല്ലാ, ടൗൺ മൊത്തം കാണുന്നുണ്ട്. ആ വീടിൻ്റെ മുകളിൽ ഇതിൽ ആട്ടുംകുട്ടികൾ വളർത്തണം. അയ്യോ, ഇവിടുന്ന് ഒരു ടൗണിൻ്റെ നല്ലൊരു വ്യൂ കിട്ടുന്നുണ്ടോ. എന്താല്ലേ, വിശാലമായ ബിൽഡിങ്ങുകൾ, റോഡുകൾ എല്ലാം സൂപ്പർ. ഇതാണ് ആ പള്ളിയുടെ ഓപ്പൺ സ്പേസ് കേട്ടോ. അത് കണ്ടോ, വിശാലമായ ഓപ്പൺ സ്പേസ്. ഈ ഒരു പള്ളി നിർമ്മിച്ചിട്ടുള്ളത് 9-ാം നൂറ്റാണ്ടിലെ ഇറാഖിലെ സമ്മാറ പള്ളികളുടെ മോഡല് കടമെടുത്തിട്ടാണ്. അബ്ബാസി ഖലീഫമാരുടെ കാലഘട്ടത്തിൽ അവിടെ നിർമ്മിച്ച പള്ളികളുടെ രൂപത്തിലാണ് ഈ ഒരു പള്ളി നിർമ്മിച്ചിട്ടുള്ളത്. ഇന്ന് ഇത് ഈജിപ്തിലെ ഇസ്ലാമിക് ആർക്കിടെക്ചറിലെ പ്രധാന ഒരു മോണുമെന്റ് ആയിട്ട് നിലനിൽക്കുന്ന പള്ളിയാണ്. അഹ്മദ് ഇബ്നു തൂലൂൻ എന്ന മഹാനാണ് ഈ ഒരു പള്ളി നിർമ്മിച്ചത്. ഈ ഒരു പള്ളി നിൽക്കുന്നത് ചെറിയൊരു മലമുകളിലാണ്. ജബൽ യഷ്കൂർ എന്ന മലയുടെ മുകളിലാണ് ഈ ഒരു പള്ളിയുടെ നിർമ്മാണം. പിന്നീട് 12-ാം നൂറ്റാണ്ടിലെ നോർത്ത് ആഫ്രിക്കൻ രാജ്യക്കാർ ഹജ്ജിന് പോകുന്ന സമയത്ത് ഇതൊരു കാരവൻസറായി ആയിട്ട് ഈ ഒരു പള്ളി ആശ്രയിച്ചിരുന്നു. എല്ലാത്തിനും പുറമെ പർവ്വത സമാനരായ പണ്ഡിതന്മാർ ഇവിടെ ദർസ് നടത്തിയിട്ടുണ്ട്. ഒരുപാട് മുതഅല്ലിമീങ്ങൾ ഇവിടുന്ന് അറിവ് നേടിയിട്ടുണ്ട്. അങ്ങനെ ആത്മീയ വെളിച്ചം പകരുന്ന ഒരു പള്ളിമുറ്റമാണ് നിങ്ങൾ ഈ കാണുന്ന വലിയ പള്ളി. അങ്ങനെ ഈജിപ്തിലെ ഓട്ടോയിൽ കയറി ബാർഗൈൻ ചെയ്യണല്ലേ. പുറത്തുനിന്ന് ആൾ വന്നവർ നല്ല ഏത് ടൂറിസ്റ്റ് ഏരിയയിൽ അങ്ങനെ തന്നെയാണല്ലോ. പിന്നെ ഇവരൊക്കെ ഇവിടെ അസറിൽ പഠിക്കണമെന്ന് പറയുമ്പോൾ പിന്നെ അത് കുറയും. ഇതൊക്കെയാണ് ഇതിൻ്റെ കഥ. ഇത് നമ്മൾ നേരത്തെ കണ്ട ബാബ് ഫുത്തൂഹില്ല, അതിൻ്റെ മറ്റൊരു ഭാഗത്തുള്ള വേറൊരു ബാബാണ്, ബാബ് സുവൈലിയ. ആ കോട്ടയുടെ തന്നെ ഇത് നല്ലൊരു റഷ് ഏരിയയിൽ, നല്ല തിരക്കുള്ള ഏരിയയിലാണ് ഈ ഒരു ബാബ് കാണുന്നത്. ഓക്കെ, ബാബ് സുവൈലിയ. ഇതിൻ്റെ ഉള്ളിലൂടെ വണ്ടി പോകുന്നുണ്ട്. ചുറ്റുഭാഗത്ത് വലിയ കച്ചവടങ്ങൾ നടക്കുന്നുണ്ട്. കണ്ടോ, ചെരുപ്പുകൾ കണ്ടോ, ഇതൊക്കെ കച്ചവടങ്ങളാണ്. അടിയിൽ നല്ല കല്ലിട്ട് കണ്ട് പാകിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു പള്ളിയിലേക്കാണ് ഇപ്പം കയറിപ്പോകുന്നത്. കണ്ടോ, അങ്ങനെ ഒരു സ്റ്റെപ്പ് കയറിയിട്ട് ആണ് ഈ ഒരു പള്ളിയിലേക്ക് വലിയ വാതിൽ. കണ്ടോ, വലിയ വാതിൽ. ഏത് രാജാവാ? ഒരു രാജാവിൻ്റെ ഖബറാണ് കേട്ടോ. സുൽത്താൻ മുഅയ്യദ് എന്നവരുടെ ഏത് ഇതിലാണ് അവരെ സുൽത്താനേറ്റ്. ഈ പള്ളി മൂപ്പറെടുക്കാനുള്ള കാരണം ഈ പള്ളി എടുത്തത്. അപ്പോൾ ഈ രാജാവിനെ ഇവിടെ ജയിലിലാക്കി. അപ്പോൾ ജയിലിലാക്കിയ സമയത്ത് രാജാവ് ഗവർണർ രാജാവ് രാജാവാണിന് മുന്നേ വേറെ ആരെങ്കിലുമൊക്കെ ജയിലിലാക്കി. അപ്പോൾ അതിന് നേർച്ചയാക്കി ഇവിടെ പള്ളി ഉണ്ടാക്കി. അങ്ങനെ പിന്നെ രാജാവായ ശേഷം പള്ളി ഉണ്ടാക്കിയാണത്. അപ്പോൾ മംലൂക്ക് സുൽത്താനേറ്റിലെ ഒരു സുൽത്താനാണ് അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത്. അദ്ദേഹത്തിൻ്റെ ചരിത്രം നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി ഇവിടെ പള്ളിയുടെ പ്രധാന ഭാഗം, ഓപ്പൺ ഏരിയ, വുളു എടുക്കാനുള്ള സ്ഥലം, ഇതതിൻ്റെ മിഹ്റാബ്. ഇവിടെയും ചില മെയിൻ്റനൻസ് വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് നിസ്കരിക്കേണ്ട ആവശ്യമുണ്ട്. അസറായിട്ടുണ്ട്, നിസ്കരിക്കണം. അപ്പോൾ നമ്മൾ ആ രാജാവിനെ കുറിച്ച് പറഞ്ഞില്ലേ, ജയിലിൽ കടന്ന്, അദ്ദേഹം ജയിലിൽ കടന്ന സ്ഥലമാണിത്. ഇതുണ്ടോ, ഇതിങ്ങനെ സ്റ്റെപ്പ് ഉണ്ട്, ഇതിലിറങ്ങിയിട്ട് ഒരു കുണ്ടുണ്ട്. ഈ ഒരു സ്ഥലത്താണ് അദ്ദേഹം ജയിലിൽ കടന്നത്. അങ്ങനെ ജയിലിൽ കടക്കുമ്പോഴാണ് അദ്ദേഹം ഞാൻ ജയിലിൽ കടന്ന സ്ഥലം പള്ളിയാക്കണം എന്ന് തീരുമാനിച്ചത്. കുറഞ്ഞ ദിവസങ്ങളാണ് അദ്ദേഹം ജയിലിൽ കടന്നത്. അങ്ങനെ ജയിലിൽ കടന്നപ്പം അദ്ദേഹം രാജാവാകുന്ന സമയത്തല്ലല്ലോ ജയിലിൽ കടന്നത്, രാജാവാകുന്നതിന് മുന്നേ ഗവർണറായ സമയത്ത് എന്തൊരു അഭിപ്രായ വ്യത്യാസത്തിലാണ് ജയിലിൽ കടന്നത്. അങ്ങനെ പിന്നീട് രാജാവായപ്പം മംലൂക്ക് സുൽത്താനേറ്റിലെ ഈ രാജാവ് ഇവിടെ ഇത്ര വലിയ ഒരു പള്ളി ഉണ്ടാക്കി. പണ്ടത്തെ നോട്ടിലെ ഇവരുടെ കറൻസിയിൽ ഈ ഒരു പള്ളിയുടെ ഇമേജ് ഉണ്ടായിരുന്നു, ചിത്രം ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ പുതിയ നോട്ടിലില്ല. മെയിൻ റോട്ടിലിട്ടിട്ടാണ് ഈ കളി കേട്ടോ. രണ്ട് ഓട്ടോറിക്ഷക്കാര് വർത്താനം പറയാം, നാട്ടു വർത്താനം പറയാം, കൈകൊണ്ട് ആക്ഷൻ കാണിക്കലും സംസാരിക്കലും ഇടപോടെ വിളിക്കലും.
المكان انا كمان لو بنزل انا عندي بقول له يا باشا فاضل لك ايه عندي يابا يا انتوا സയ്യിദ സൈനബ ബീവിയുടെ മസാറൊക്കെ സിയാറത്ത് ചെയ്ത് ഇറങ്ങി. അവിടെ നമ്മുടെ ഈ ക്യാമറ ഉപയോഗിക്കാൻ പറ്റില്ല, മൊബൈൽ കൊണ്ടൊക്കെ വീഡിയോ എടുക്കാൻ പറ്റും. അതുകൊണ്ട് കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങൾ ഇങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. പുറത്ത് വരുമ്പം സുഖിമാമിൻ്റെ അനിയൻ്റെ ഒരു മസാറുണ്ട്, അവിടെയും സിയാറത്ത് ചെയ്ത് ഞങ്ങളിങ്ങനെ പുറത്തിറങ്ങി. സയ്യിദ് സൈനബ് ബീവിയുടെ മസാറിൻ്റെ തൊട്ടടുത്താണുള്ളത്. ബീലബിടുന്നൊരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട്. അൺബോക്സ് ചെയ്യൂ മധുര. ഇത് കട്ടിണ്ടല്ലോ. ഒരു ഓറിയോ ബിസ്ക്കറ്റിൻ്റെ ചുഴ. ഇതിൻ്റെ പേരെന്താ? ദുബായ് കൈൻഡ്. സയ്യിദ സൈനബ ബീവിയുടെ അടുത്ത് നിന്ന് ഞാൻ പോവാണ്. ഇപ്പം സുഫിയാൻ ഉസ്താദ് ഇവിടുന്ന് റൂമിലേക്ക് പോയി. ഞാനിഞ്ഞ് എൻ്റെ റൂമിലേക്ക് പോവാണ്. നാളെ കുറച്ച് ലോങ് യാത്ര ഉണ്ട്, ട്രെയിൻ വഴിയായിരിക്കും മിക്കവാറും. നോക്കട്ടെ. ബഹുമാനപ്പെട്ട കുത്തുബുകളിലെ 2 ആളുടെ സിയാറത്തിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. ഇൻഷാ അല്ലാഹ് ആ സിയാറത്ത് വളരെ ഭംഗിയായി നടക്കണം, അതിൻ്റെ ആവേശം മനസ്സിലുണ്ട്. ആക്ച്വലി ഞാൻ അവിടുന്ന് ടാക്സിക്ക് പോകുന്നത്, പക്ഷേ കൊടുത്ത ലൊക്കേഷൻ ചെറിയ രൂപത്തിലൊന്ന് പാളിയിട്ടുണ്ടായിരുന്നു. ഒരു 600 മീറ്റർ അപ്പുറത്ത് എന്നാണ്. No, location here. Now second time, first time here. Hi. YouTuber? യൂട്യൂബ്. Okay. Wow. ഭാഗ്യത്തിന് ഒരു റൂമാരെ കണ്ടു കിട്ടിട്ടോ. ഞാൻ ഏതോ ഭാഗത്തേക്ക് തിരഞ്ഞു പോയി, അവർ എന്നെ പിന്നാലെ ഒന്ന് പിടിച്ചു. ഞാൻ ആദ്യം ഇറങ്ങിയ സ്ഥലത്ത് തന്നെയാണ്, പക്ഷെ അവിടെ നിന്നപ്പോൾ ആദ്യം കണ്ട പോലെ തോന്നില്ല. Where is India? India where? Okay, this is my room. Yes, your room is. Oh, it's nice, very nice. Okay, this is the key for the room. Okay. I sent it to you Wi-Fi. No. Is there any limitation in the data usage in Wi-Fi, or because I want to send large file to India Send. by video? It's okay? Yes, it's okay. It's okay. Thank And if just the internet finish and they need to renewal, write to me message. I will Okay. renewal it. Thank Okay, no worry. Okay, എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നാളെ കൈറോയിൽ തന്നെ ഏറ്റവും ഭീകരമായ ഒരു പിരമിഡിന്റെ കാഴ്ചകളാണ് കാണാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.